എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതിവസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതിവസിക്ക കർത്തനെയത്ര അനുഗ്രഹങ്ങളയ്യോ നഷ്ടമാക്കി ഈ വിധം ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിതാ തട്ടിയുണർത്തണമേ. ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിതാ തട്ടിയുണർത്തണമേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആറാമത്തെ മാസത്തിൻ്റെ 1-ാമത്തെ ദിവസക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. 2025 5 മാസക്കാലം ഞങ്ങളെ അത്ഭുത അതിശയമായി സൂക്ഷിച്ച ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുകയാ, സ്തോത്രം ചെയ്യുക. 6-ാം മാസത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ച ദൈവത്തിന് മഹത്വം, മഹത്വം, മഹത്വം. അപ്പം എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൈക്കൊള്ളണമേ. മറുപടിയുമായി സ്വർഗം ഇറങ്ങണമേ കർത്താവേ. നീ കണ്ണുനീർ തൂക്കുമ്പോൾ മനസ്സലിയുന്ന ദൈവമാ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി ഉണ്ടത് നിശ്ചയമാ. ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവിയെല്ലാം സമർപ്പിക്കട്ടെ. ജയത്തോടെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. തുടർന്നും കർത്താവെ സ്കൂളുകളോ കോളേജുകളൊക്കെ തുറക്കുകയാണ് കർത്താവെ. ആമേൻ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവിൻ്റെ ആലോചന കൊടുത്ത് ഭംഗിയായ വിധത്തിൽ ദൈവഭയത്തിൽ പഠിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ മുന്നേറുവാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശത്രുവാരെയും കാണില്ലേ. അപ്പം ദുഷ്ടപിശാച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഡിഗ്രിക്ക് പഠിക്കുന്നവരെ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവ്. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളെ അനുഗ്രഹിച്ച് കാത്തോണേ ദൈവമായ കർത്താവ്. OIT IELTSഉം ജർമ്മനും പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. പ്രൊമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ടപ്പാ. എല്ലാവരെയും തിരുസറിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, വിദേശ രാജ്യത്ത് കടന്നുപോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതിനായി പ്രയത്നിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ആമേൻ. കാത്തിരിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടി വഴിവാതിൽ നീ തുറന്നു കൊടുക്കുമാറാകണം. തടസ്സമുടക്കം മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതവാനാ, വീരനാം ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വഴികളുടെ തടസ്സങ്ങളെ എടുത്തു മാറ്റി അവർക്ക് പോകേണ്ടുന്ന പാത കാണിച്ചു കൊടുത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടുവാൻ, നന്മയും അനുഗ്രഹവും പ്രാപിപ്പാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. അങ്ങനെ കർത്താവ് ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ ഏൽപ്പിക്കുന്നു. തക്ക തുണി ഒരുക്കണം. അവരുടെ വിവാഹം നടക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണം. മാസം ദൈവോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കുമാറാകണം. ആമേൻ. കടഭാരത്തിന് നടുവിൽ കടന്നു പോകുന്ന ജീവിതങ്ങളെ പൂർണ്ണമായും വിടുവിക്കുമാറാകണം. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണം. ഭവനം പണി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയ മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണം. ദൈവമായ കർത്താവേ, ഉപജീവനമാർഗമില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വഴിവാതിൽ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിസ അടിച്ച് ലഭിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. കാത്തിരിക്കുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അത്ഭുത വഴി തുറക്കണമേ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെയൊക്കെ ഉള്ള കരുത്തിൽ വഹിച്ചോട്ടെ. ഏറെ പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ വസിപ്പാൻ സഹായിക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടപ്പാ. നീ അവർക്ക് സമാധാനം നൽകി കാത്തോണേ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളുണ്ടപ്പാ. അവരെ ചൊല്ലി വേദനിക്കുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കളും സഹോദരിമാരൊക്കെ ഉണ്ട്. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നവരെ പൂർണ്ണമായും വിടുവിച്ചാട്ട്, മാനസാന്തരം നൽകി മാനിച്ചാട്ട് ദൈവമേ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു.
ദൈവമേ ഈ സമയം യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കർത്താവ് കൂടെ ഇരിക്കണം. സുരക്ഷിതമായി തൻ്റെ കുഞ്ഞുങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് അവരെ എത്തിക്കണം. തുടർന്നും കാര്യാദികളെ ക്രമപ്പെടുത്തി മടങ്ങി വരുവോളം കൃപയിൽ പൊതിയണമെന്ന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മ അനുഗ്രഹം കൊടുത്ത് എല്ലാവരെയും മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഞങ്ങളുടെ രോഗികളെ എല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് എൻ്റെ ദൈവം രോഗികൾക്ക് സൗഖ്യദായകന മരുന്നും വൈദ്യനുമാ. അങ്ങേ തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. സൗഖ്യം കാത്തു കിടക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണം. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവരോട് കരുണ തോന്നണം. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നപ്പ മനസ്സറിയണമേ, കരുണ തോന്നണമേ. യേശുവേ ദാവീദ് പുത്രാ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ അതിവേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾക്ക് വിടുതലും ആശ്വാസവും നൽകിക്കാട്ടെ. പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ രോഗത്തിൻ്റെ പേരും കർത്താവ് അയക്കുന്ന സൗഖ്യത്തിനായിട്ട് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാക്ഷ്യം പറയുവാനും ഓരോ രോഗികൾക്കും ഇടയാക്കണമേ കർത്താവേ. ആമേൻ. രോഗസൗഖ്യം മക്കളുടെ അവകാശമാണ്. എൻ്റെ അപ്പൻ്റെ സൗഖ്യം ഞങ്ങൾക്ക് വേണമപ്പ. അവിടുന്ന് വിടുതലയച്ചിരിക്കാൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നേരുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളോട് മനസ്സറിയണം. അവരുടെ വേദനയ്ക്ക് അറുതി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. എൻ്റെ സ്വർഗ്ഗം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളുമാറാകണം. ദൈവമായ കർത്താവെ, പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ഒരു കഷ്ടമോ നഷ്ടമോ ഉണ്ടാകാൻ അനുവദിക്കാതെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടണം. എൻ്റെ അപ്പൻ്റെ ആലോചന മക്കൾക്ക് കൊടുക്കണമേ കർത്താവെ. സ്തോത്രം. ആമേൻ. കർത്താവെ, ഒരു അനുഗ്രഹം പ്രാപിപ്പാൻ തക്കണമെന്ന് ചെയ്യണമേ. നന്മയ്ക്കായി ചെയ്യണമേ. കഷ്ടമോ നഷ്ടമോ ഉണ്ടാക്കുന്ന ഒന്നും കടന്നു വരാതെ വണ്ണം സ്വർഗ്ഗമടുത്ത് മാനിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ജോലി ആവശ്യമുള്ള തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗ്ഗത്തിന് വഴി തുറന്നു കൊടുത്ത് സഹായിച്ചാട്ട്. അത്ഭുത വഴികളിൽ കൂടി നടത്തിക്കാട്ട് കർത്താവെ. ആമേൻ. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇനി പ്രാക്ടിക്കൽ പരീക്ഷ നടക്കണമെന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം കരുണ കാണിക്കുമാറാകണം. അങ്ങനെ ദൂരത്തും ജാതിമാരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചാട്ട്. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരി ജലപ്രളയത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അതികഠിനമായ മഴയിൽ നിന്നൊക്കെയും കർത്താവ് വിടുവിച്ചാട്ട് കർത്താവ്. ഹല്ലേലൂയ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കണേ. അനാഥരെ വിധവകളെയും കാത്തുകൊള്ളണേ. ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തി തരണമേ. ആമേൻ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. വാഹനമോടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ വാഹനത്തിലും സ്റ്റിയറിംഗിൽ അപ്പച്ചൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണേ. മുൻപിൽ വിടുമ്പോൾ ദൂതന്മാരെ കാവൽ ചെയ്യണമേ. കഷ്ടനഷ്ടം കൂടാതെ എല്ലാവരെയും കാത്തുകൊള്ളണം. ജീവനും ഭക്തിക്ക് വേണ്ടുന്ന കൊടുത്ത് പോറ്റി പുലർത്തുമാറാകണം. ആമേൻ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളുടെ സുവിശേഷ വേലകളെ വേലക്കാരെ അനുഗ്രഹിക്കണേ കർത്താവേ. ആമേൻ. ശത്രുവാരെയും കാണലേ, ദുഷ്ടപിശാച് തുടരുതേ എന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ജീവിപ്പാൻ ഇടയാക്കണം. കർത്താവിനെ ആരാധിക്കുന്ന പകൽക്കാലമാക്കി തീർക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.